ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എവിടുന്നാണ് വൽ മന്ദൂബു എവിടുന്നല്ലേ? വൽ മന്ദൂബു വൽ മുസ്തഹബ്ബു വത്തതവ്വുഉ വസ്സുന്നത്തു മുതറാദിഫത്തുൻ. വൽ മന്ദൂബു മന്ദൂബാവുന്നത്, വൽ മുസ്തഹബ്ബു മുസ്തഹബ്ബുമാവുന്നത്, വത്തതവ്വുഉ തതവ്വുഉമാവുന്നത്, വസ്സുന്നത്തു സുന്നത്തുമാവുന്നത് മുതറാദിഫത്തുൻ അത് പര്യായ പദങ്ങളാകുന്നു. അപ്പോൾ മന്ദൂബ് എന്ന് പറഞ്ഞാലും മുസ്തഹബ് എന്ന് പറഞ്ഞാലും തതവ്വു എന്ന് പറഞ്ഞാലും സുന്നത്ത് എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാണ്. മുതറാദിഫത്ത് എന്ന് പറഞ്ഞാൽ പര്യായപദമാണ് എന്ന് പറഞ്ഞാൽ എല്ലാം സമമാവുന്നു. ഒരേ ആശയത്തിനുള്ള വ്യത്യസ്ത വാക്കുകളാണ്. ഏതൊക്കെ വാക്കുകൾ? മന്ദൂബ് എന്നുണ്ട്, പിന്നെ മുസ്തഹബ്, പിന്നെ തതവ്വു, സുന്നത്ത്. അഥവാ അസ്മാഉൻ, ഇതൊക്കെ ഇസ്മുകളാണ്. ഈ പറയപ്പെട്ടതൊക്കെ ഓരോ പേരുകളാണ്. ലിമാനൻ വാഹിദിൻ, ഒറ്റ അർത്ഥത്തിനുള്ള ഇസ്മുകളാണ്. വഹുവ, ഈ ഒറ്റ അർത്ഥം ഏതാണ്? കമാ ഉലിമ, അത് അറിയപ്പെട്ടതുപോലെ. മിൻ ഹദ്ദിൻ നദ്ബി, നദ്ബിൻ്റെ താരീഫിൽ നിന്ന് അറിയപ്പെട്ടതുപോലെ. അന്നദ്ബു, മിൻ ഹദ്ദിൻ നദ്ബി, നദ്ബിൻ്റെ താരീഫിൽ നിന്ന് അറിയപ്പെട്ടതുപോലെ. അൽ ഫിഉലുൽ മത്ലൂബു ത്വലബൻ ഗൈറ ജാസിമിൻ എന്നാണ് ഈ ഒറ്റ അർത്ഥം. എന്താണ് ഒറ്റ അർത്ഥം? അൽ ഫിഉലു അൽ മത്ലൂബു, തേടപ്പെട്ടതായ പ്രവൃത്തി. ത്വലബൻ ഗൈറ ജാസിമിൻ, തറപ്പിച്ചതല്ലാത്ത തരത്തിലുള്ള തേട്ടം, ഉറപ്പിച്ചതല്ലാത്ത തരത്തിലുള്ള തേട്ടം. അപ്പോൾ ഉറപ്പിച്ചതല്ലാത്ത തരത്തിൽ തേടപ്പെട്ട എന്നാണ് പ്രവൃത്തി എന്നാണ് അതിൻ്റെ മാന. ഉറപ്പിച്ചതല്ലാത്ത തേടപ്പെട്ട പ്രവൃത്തി എന്തോ അതിനാണ് നദ്ബ് എന്ന് പറയുന്നത് എന്ന് നദ്ബിൻ്റെ താരീഫിൽ പറഞ്ഞു അല്ലേ. ആ അർത്ഥത്തിനുള്ള വ്യത്യസ്തമായ വാക്കുകളാണ് ഇവിടെ പറഞ്ഞ മന്ദൂബ് എന്ന് പറയുന്നതും മുസ്തഹബ് എന്ന് പറയുന്നതും തതവ്വു എന്ന് പറയുന്നതും സുന്നത്ത് എന്ന് പറയുന്നതും ഒക്കെ ഉള്ളത്. ഖിലാഫല്ലി ബഅദി അസ്ഹാബിന, നമ്മുടെ അസ്ഹാബിൽപ്പെട്ട ചിലർക്ക് എതിരായിട്ടാണ് ഇതിനെ നാം പറയുന്നത്. അഥവാ നമ്മുടെ അസ്ഹാബിൽപ്പെട്ട ചിലർ കാരണം ആരാണ്? അൽ ഖാദി അൽ ഹുസൈൻ വൈരിഹി, ഖാദി ഹുസൈനും അതുപോലെ തന്നെ അവരല്ലാത്തവർക്കുമൊക്കെ എതിരായിട്ടാണ് ഈ പറഞ്ഞത്. അപ്പോൾ അവർക്കൊക്കെ എന്താണ്, ഇത് വ്യത്യസ്തമായ അർത്ഥങ്ങളാണെന്നാണ് അവരുടെയൊക്കെ അഭിപ്രായം. ഏത് മന്ദൂബ് എന്ന് പറഞ്ഞാലും തതവ്വു എന്ന് പറഞ്ഞാലും സുന്നത്ത് എന്ന് പറയുന്നതും മുസ്തഹബ് എന്ന് പറയുന്നതൊക്കെ വെവ്വേറെയാണ് എന്നുള്ളതാണ് അവരുടെ വീക്ഷണം. എന്നാൽ നമ്മൾ പറയുന്നത്, മുസന്നിഫ് പറഞ്ഞത് എന്താണ്, ഷാരി പറഞ്ഞത് എന്താണ്? മന്ദൂബ്, മുസന്നിഫ് പറയുന്നത് മന്ദൂബും മുസ്തഹബും തതവ്വും ഒക്കെ സുന്നത്ത് എല്ലാം ഒരേ അർത്ഥമാണ്, മുതറാദിഫാണ്. ഇപ്പോൾ ഒരിടത്ത് യുസ്തഹബു എന്ന് കണ്ടാലും യുന്തബു എന്ന് കണ്ടാലും പിന്നെ സുന്നത്താണെന്ന് കണ്ടാലും യുസന്നു എന്ന് കണ്ടാലും ഒക്കെ ഒരേ അർത്ഥമാണ്. അതെന്താണ് അർത്ഥം? തറപ്പിച്ച രീതിയിലല്ലാതെ, കർശനമായിട്ടല്ലാത്ത രീതിയിലുള്ള തേട്ടത്താൽ തേടപ്പെട്ട ഒരു പ്രവൃത്തി. അപ്പോൾ ചെയ്യണമെന്നുള്ള ഒരു കൽപ്പന ഉണ്ട്. എന്നാൽ ആ കൽപ്പന ഉറപ്പിച്ച കൽപ്പനയല്ല, കർശനമായിട്ടുള്ള കൽപ്പനയല്ല, ചെയ്യണം എന്നുള്ള തേട്ടം അവിടെ ഉണ്ട്. അത്തരം കാര്യമാണ് നദ്ബ് എന്ന് നേരത്തെ താരീഫ് പറഞ്ഞിട്ടുണ്ട് നദ്ബിൻ്റെ. അത് തന്നെയാണ് ഈ അർത്ഥം. ആ അർത്ഥത്തിനുള്ള വ്യത്യസ്തമായ വാക്കുകളാണ് ഇതെല്ലാം എന്നാണ് മുസന്നിഫിൻ്റെ വീക്ഷണം. എന്നാൽ നമ്മുടെ അസ്ഹാബിൽപ്പെട്ട ചിലർക്ക് ഇതിന് വിപരീതമായ വീക്ഷണം ഉണ്ട്. അതാണ് പറഞ്ഞത്. ഐസുകാലു അവർ പറഞ്ഞ അവസരത്തിൽ എന്താ പറഞ്ഞു? ഹാദ അൽ ഫിയലു, ഈ പ്രവൃത്തി ഉണ്ടല്ലോ, തേടപ്പെട്ട പ്രവൃത്തി, മത്ലൂബായ ഫിയല്, തേടപ്പെട്ട പ്രവൃത്തി, കർശനമായതല്ലാത്ത രൂപത്തിൽ തേടപ്പെട്ട പ്രവൃത്തി, അതാണ് നദ്ബ് എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി ഉണ്ടല്ലോ, അത് ഇൻ വാളബ അലൈഹി, അതിൻ്റെ മേൽ പതിവാക്കിയിട്ടുണ്ടെങ്കിൽ, അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ മേൽ പതിവാക്കിയിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ പതിവായി ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു ഈ പറയപ്പെട്ട രീതിയിൽ നമ്മളോട് തേടപ്പെട്ടത് എങ്കിൽ അപ്പോൾ അത് എന്താണെന്നാണ് പറഞ്ഞത്? ഫഹുവ സുന്നത്തു, അപ്പോൾ അത് സുന്നത്താണ്. അപ്പോൾ സുന്നത്ത് എന്ന് ഇവർ പറഞ്ഞ ഇതിനൊക്കെ വ്യത്യസ്തമായ വീക്ഷണമാണെന്ന് പറഞ്ഞാൽ ഓരോന്നിനും വ്യത്യസ്തമായ അർത്ഥം പറയാണ്. നബിതങ്ങൾ പതിവായി ചെയ്തിരുന്നതാണെങ്കിൽ അത് സുന്നത്താവുന്നു. ഔലം യുആദിബ് അലൈഹി, അല്ലെങ്കിൽ നബിതങ്ങൾ അതിനെ പതിവാക്കി ചെയ്തിട്ടുണ്ടാവില്ല,
അങ്ങനെയാണെങ്കിൽ ഏതുപോലെ അതെങ്ങനെ പതിവായിട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന രൂപം കാൻഫാലഹു നബി തങ്ങൾ ചെയ്യുന്നത് പോലെ പ്രവർത്തിക്കുന്നത് പോലെ മറത്തനി ആകെ ഒരു തവണ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ 2 തവണ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് തവണ ചെയ്തിട്ടുള്ള ഒരു ഉദാഹരണം എടുക്കാം. അങ്ങനത്തെ ഒരു കാര്യം അതാണെങ്കിൽ അപ്പോൾ ചുരുക്കത്തിൽ എന്തില്ല, പതിവായിട്ട് ചെയ്തിട്ടില്ല എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഹുവൽ മുസ്തഹബു, അപ്പോൾ അത് മുസ്തഹബാവുന്നു. അപ്പോൾ മുസ്തഹബ് എന്ന് പറയുന്നത്, സുന്നത്ത് എന്ന് പറയുന്ന നബി തങ്ങൾ സ്ഥിരമായി ചെയ്തിരുന്ന കാര്യമാണ്. അത് നമ്മളോട് കർശനമല്ലാത്ത രൂപത്തിൽ തേടപ്പെട്ടതുമാണെങ്കിൽ അതിന് സുന്നത്ത് എന്ന് പറയും. എന്നാൽ മുസ്തഹബ് എന്ന് പറയുന്നത് നബി തങ്ങൾ ആകെ ഒരു തവണയോ അല്ലെങ്കിൽ 2 തവണയോ ഒക്കെ ചെയ്തിട്ടുള്ളൂ, ചുരുക്കത്തിൽ പതിവായി ചെയ്തിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങൾക്ക് എന്ത് പറയും? സുന്നത്ത് മുസ്തഹബ് എന്ന് പറയും അല്ലേ. ഫഹുവൽ മുസ്തഹബു, അത് മുസ്തഹബ് എന്ന് പറയും. ഇനി ഔലം യഫ്അൽഹു, അല്ലെങ്കിൽ നബി തങ്ങൾ അതിനെ തീരെ ചെയ്തിട്ടുണ്ടാവില്ല, തീരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ചെയ്തിട്ടില്ല എന്ന് നോക്കുക. അപ്പോഴോ അതെന്താണ്? വഹുവ, അത് മാ യുൻഷിഉഹുൽ ഇൻസാനു, മനുഷ്യനുണ്ടാക്കിയതായിരിക്കും. എന്ന് പറഞ്ഞാൽ മുൻഗാമികളായ ആളുകളോ മറ്റോ ഒക്കെ ഉണ്ടാക്കിയതായിരിക്കും. ബിഖ്തിയാരി, അവൻ്റെ സ്വയിഷ്ടപ്രകാരം. അതെന്തിനാൽ? മിനൽ ഔറാദി, വെറുതുകളാൽ, ഔറാദിനാൽ. അത്തരം കാര്യങ്ങൾ വഹുവ തതവ്വു, അതാവുന്നു തതവ്വു. അപ്പം തതവ്വു ആണിത് എന്ന് പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അതെങ്ങനത്തെ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? പതിവാക്കിയിട്ടില്ല. എന്നാ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? 1-2 വട്ടം? അങ്ങനെയും ചെയ്തിട്ടില്ല. എന്നാൽ എപ്പോഴെങ്കിലും ചെയ്തിട്ട് തന്നെ അല്ല അങ്ങനത്തെ കാര്യം. അത് എന്ത് ചെയ്യും? ചില വിറുതുകൾ പിന്നെ ഔറാദുകളൊക്കെ മനുഷ്യന്മാരായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? നല്ല മഹാന്മാരായ ആളുകൾ അതിനെ പതിവാക്കി വന്നിട്ടുണ്ടാവും. അതാണെങ്കിലോ നമ്മുടെ ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാന പിൻബലം ഉള്ളതും ആവും. അല്ലാത്തതിനെ കുറിച്ച് ഇവിടെ സംസാരമില്ലല്ലോ. ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായതാണെങ്കിൽ അത് മൊത്തം എന്താണ്? ബിദ്അത്തായിട്ട് മാറും. പുതുതായി ഉണ്ടാക്കിയതും ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഒന്നിൻ്റെയും പിൻബലം ഇല്ലാത്തതുമാണെങ്കിൽ അതെന്താവും? ബിദ്അത്തായിട്ട് മാറും. സാങ്കേതിക അർത്ഥത്തിലുള്ള ബിദ്അത്താവും. ഭാഷാപരമായിട്ടാണെങ്കിൽ ബിദ്അത്ത് കബീഹത്വമാവും, അതായത് മോശമായ ബിദ്അത്ത് തള്ളപ്പെടേണ്ടതുമാവും. സാങ്കേതിക അർത്ഥത്തിലുള്ള ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അതെല്ലാം തള്ളപ്പെടേണ്ടതാണ്. ഭാഷാപരമായ അർത്ഥത്തിലുള്ള ബിദ്അത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബിദ്അത്ത് ഹസനത്തും ഉണ്ടാവും. നേരത്തെ നമ്മൾ മറ്റു ചില ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഉമർ റളിയല്ലാഹു അൻഹു തറാവി 20 റക്അത്തും 3 റക്അത്ത് വിത്തറും ഒക്കെ ആക്കിയിട്ട് സംഘടിതമായ തറാവിയും വിത്തറും ഒക്കെ സ്ഥാപിച്ചതുപോലെ അത് ഒരു നബി തങ്ങളുടെ കാലത്തോ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്തോ ഇല്ലാത്ത ചര്യയാണ്. ഖുറാനിലോ ഹദീസിലോ അതില്ല, പ്രത്യക്ഷത്തിലില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പക്ഷേ കൊണ്ടുവന്നതാണ്, അത് പുതുതായി ഉണ്ടാക്കിയതാണ്. അത് ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നതായതുകൊണ്ട്, അതുപോലെ തന്നെ അത് ഇസ്ലാമിക പിന്നെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഉള്ളതായതുകൊണ്ട്, ഉള്ളതിന് എതിരല്ലാത്തതായതുകൊണ്ടും അതെന്താണ്? ഒരിക്കലും അത് തള്ളപ്പെടേണ്ട ബിദ്അത്തല്ല. പക്ഷേ അതിനെക്കുറിച്ച് ബിദ്അത്ത് ഹസനത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബിദ്അത്ത് എന്ന് അതിനെക്കുറിച്ച് പരാമർശിച്ചത് എന്താണ്? ഭാഷാപരമായതാണ്, ഭാഷാപരമായ ബിദ്അത്ത് എന്നുള്ള നിലക്കാണ്. അപ്പം ചുരുക്കത്തിൽ അത്തരത്തിലുള്ള ബിദ്അത്താവാം ഇതും, ഈ പറഞ്ഞ പോലെ പുതിയത് ഉണ്ടാക്കിയത് എന്നുള്ള അർത്ഥത്തിൽ. അല്ലാതെ എന്തല്ല, സാങ്കേതിക അർത്ഥത്തിലുള്ള തള്ളപ്പെടേണ്ടതായ ബിദ്അത്ത് അല്ലാത്ത, അഥവാ ഇസ്ലാമിക പ്രമാണങ്ങളിൽ അടിസ്ഥാനമുള്ള അത്തരം കാര്യങ്ങളിനെ ഇതുപോലെ പുതുതായി ഒരു മഹാന്മാരായ ആൾക്കാർ ഉണ്ടാക്കിയത് ആണെങ്കിൽ അതിനെന്ത് പറയും? തതവ്വു, ഫഹുവ തതവ്വു, അത് തതവ്വു ആവുന്നു. വലം യതഅറളു, അവർ വെളിവായിട്ടില്ല ലിൽ മന്ദൂബി, മന്ദൂബിനിക്ക്. മന്ദൂബ് എന്താണെന്ന് അവർ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ 2-3 കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിൽ മന്ദൂബ് എന്താന്ന് പറഞ്ഞില്ല. മുസന്നിഫ് പറഞ്ഞത് മന്ദൂബും അതുപോലെ തന്നെ മുസ്തഹബും സുന്നത്തും തതവ്വും ഒക്കെ മുത്തറാദിഫാണ്, പര്യായപദങ്ങളാണ്, ഒക്കെ സെയിം അർത്ഥത്തിനുള്ളതാണെന്നാണ് പറഞ്ഞത്. എന്നാൽ നമ്മുടെ ചില അസാബിന് വിപരീതമായിട്ടാണ് ഇത് പറയുന്നതെന്നും ആ അസാബ് ആരാണെന്നും ഖാദി ഹുസൈനും അല്ലാത്തവരുമാണെന്നും പറഞ്ഞു. അവർ പറയുന്ന വീക്ഷണ പ്രകാരം എങ്ങനെയാണെന്ന് പറഞ്ഞു. എങ്ങനെയാണെന്ന്? സ്ഥിരമായ നബിതങ്ങൾ ചെയ്തതാണെങ്കിൽ അതിന് സുന്നത്ത് എന്ന് പറയും. 1-2 തവണ മാത്രം നബിതങ്ങൾ ചെയ്തതാണെങ്കിൽ മുസ്തഹബ് എന്ന് പറയും. നബിതങ്ങൾ തീരെ ചെയ്തിട്ടില്ല, മഹാന്മാരായ മുൻഗാമികൾ ഉണ്ടാക്കിയതാണെങ്കിൽ അതിന് തതവ്വു എന്നും പറയും. അപ്പോൾ അവർ മന്ദൂബിനെ കുറിച്ച് പറഞ്ഞോ? അത് മന്ദൂബിനെ കുറിച്ച് അവർ പറഞ്ഞതേ അല്ല. എന്തിനു വേണ്ടി? ഉമൂമി, അത് ഉൾക്കൊണ്ടതിനാൽ, അത് ആമാക്കിയതിനാൽ. എന്തിനെ? ലിൽ അക്സാമി സലാസത്തി, ഈ 3 കിസ്മുകളെയും എല്ലാ കിസ്മുകൾക്കുമാണ് ഓല വീക്ഷണ പ്രകാരം എന്ന് പറയുന്നത്. എല്ലാ കിസ്മുകൾക്കും എല്ലാ കാര്യങ്ങൾക്കും മന്ദൂബ് എന്ന് പറയുകയും ചെയ്യാം. അപ്പോൾ അതാണ് അവരുടെ വീക്ഷണം. അപ്പോൾ എന്തല്ല, സെയിം അല്ലല്ലോ, ഒന്നും സെയിം അല്ലല്ലോ.
മന്ദൂബ് എന്ന് പറഞ്ഞാൽ എല്ലാതിനെ കുറിച്ചും പറയാം, ബാക്കി പറഞ്ഞ ഓരോന്നിനെ കുറിച്ചും പറയാം എന്നുള്ളതാണ് അവരുടെ വീക്ഷണം, ബിലാശക്കിൻ സംശയം കൂടാതെ. വഹുവ അത് അയ്യൽ ഖിലാഫു ഈ പറഞ്ഞ തർക്കേ മുത്തറാദിഫാണോ അല്ലേ എന്നുള്ളത്. മുത്തറാദിഫാണെന്ന് മുസന്നിഫ് പറഞ്ഞതും അല്ലാന്ന് മറ്റു നമ്മുടെ അസാബിൽപ്പെട്ടവരെന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ പറഞ്ഞതും ആ ഖിലാഫ് ലഫ്ലിയുൻ അത് ലഫ്ല് സംബന്ധിച്ച തർക്കമാവുന്നു, പദപരമായൊരു തർക്കമാണ്. അഥവാ ആയുധുന്നത് മടങ്ങുന്നതാണ് എവിടേക്ക്, ഇല ലഫ്ലിലേക്ക് തസ്മിയത്തി നാമകരണത്തിലേക്കും പേര് വെക്കുന്നതിലേക്കും. പേര് വെച്ചതിൽ എങ്ങനെയാണ് ഇതിന് പേര് എന്നാണ് പേര് വെക്കലാണല്ലോ നമ്മൾ. അങ്ങനെ ആ ഒരു പേര് വെച്ചതിലേക്കും അപ്രകാരം തന്നെ പദത്തിലേക്കും മടങ്ങുന്നതായ ഒരു തർക്കമാണിത്. ഇത് കാരണം ഹാസിലു ഇതിന്റെ വല്ലാസില് ഇതിന്റെ ആകത്തുക ഇതിന്റെ രത്നചുരുക്കം അന്ന കുല്ലം മിനൽ അക്സാമി നിശ്ചയം ഈ കിസ്മുകളിൽപ്പെട്ട അസലാസത്തി 3 കിസ്മുകളിൽപ്പെട്ട ഓരോന്നും കമായുസമ്മ അതിന് പറയപ്പെടുന്നത് പോലെ തന്നെ ബിസ്മി മിനൽ അസ്മായി സലാസത്തി ഈ 3 പേരുകളെ കൊണ്ടുള്ള ഓരോ പേരുകളെ കൊണ്ടും അതിനെ പറയപ്പെടുന്നത് പോലെ തന്നെ അത് കമാതുക്കറ മുമ്പ് പറയപ്പെട്ടതുപോലെ അൽ യുസമ്മ അതിന് നേരത്തെ പറഞ്ഞല്ലോ ഫർള് വാജിബിന്റെ കാര്യത്തിൽ ഫർളിന് ഫർള് എന്ന് പറയപ്പെടുന്നത് പോലെ തന്നെ വാജിബ് എന്നും പറയപ്പെടുമോ, വാജിബ് എന്ന് പറയപ്പെടുന്നത് പോലെ തന്നെ ഫർള് എന്നും പറയപ്പെടുമോ എന്ന് ചോദിച്ചില്ലേ എന്ന് പറഞ്ഞു. അതേപോലെ മുമ്പ് പറഞ്ഞതുപോലെ ഹൽ യുസമ്മ ഈ പറയപ്പെട്ട 3 എണ്ണത്തിൽപ്പെട്ട ഓരോന്നിനും അതാത് പേര് പറയപ്പെടുന്നത് പോലെ തന്നെ ഹൽ യുസമ്മ അതിന് പേര് വെക്കപ്പെടുമോ, ബിഗൈരിഹി അതല്ലാത്തത് കൊണ്ടും പേര് വെക്കപ്പെടുമോ, മിൻഹായി 3 എണ്ണത്തിൽ നിന്നുള്ള. അപ്പൊ 3 എണ്ണത്തിൽ നിന്നുള്ള 3 ഏതാ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് സുന്നത്ത്, പിന്നെ പറഞ്ഞത് മുസ്തഹബ്, പിന്നെ പറഞ്ഞത് തതവ്വു. അപ്പോൾ ഈ പറഞ്ഞ 3 എണ്ണത്തില് മുസ്തഹബ് എന്ന് പേര് പറയാം, നബിതങ്ങൾ പതിവാക്കിയതിന് മുസ്തഹബ് എന്ന് പറയാം. അതേപോലെ അതിന് സുന്നത്ത് എന്നും പറയുമോ, തതവ്വു എന്നും പറയുമോ. അതേപോലെ സുന്നത്ത് എന്ന് പറയാം, അതേപോലെ അതിന് മുസ്തഹബ് എന്നും തതവ്വു എന്നും പറയാൻ പറ്റുമോ? തതവ്വുവിന് തതവ്വു എന്ന് പറയാം, അതേപ്രകാരം അതിന് മറ്റേ പേര് കൊണ്ടും പറയാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഉള്ള ഒരു ചർച്ച, അങ്ങനെ പറയപ്പെടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്താണ് അതിന്റെ മറുപടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ കാലൽ ബാളു പറഞ്ഞു, ചില പണ്ഡിതന്മാർ പറഞ്ഞില്ല, അത് പറയാൻ പറ്റില്ല. കാരണം ഇത് സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാരണം സുന്നത്ത് എന്ന് പറഞ്ഞാൽ ആ ത്വരീക്കത്തു വഴി എന്നാണ് അതിന്റെ അർത്ഥം, വല്ലാദത്തു പതിവ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. വൽ മുസ്തഹബ് എന്ന് പറഞ്ഞാലോ അൽ മഹബൂബു ഇഷ്ടപ്പെട്ടത് എന്നാണ് അർത്ഥം. തതവ്വു എന്ന് പറഞ്ഞാലോ അസിയാത്തു അധികരിച്ചത് എന്നാണ് അതിന്റെ അർത്ഥം. വൽ അക്സറു എന്നും അധികരിച്ചത്, അധികമായത് എന്നൊക്കെ, സിയാദ അക്സർ എന്നൊക്കെയാണ് അതിന്റെ തതവ്വുവിന്റെ അർത്ഥം. അതെ യുസ്തഖു അല കുല്ലി മിനൽ അക്സാമി സലാസത്തി അതിനെ പറയപ്പെടാൻ പറ്റും. ചിലര് പറഞ്ഞു കാൽ ബാദു ലാ എന്ന് പറഞ്ഞല്ലേ, ചിലര് പറഞ്ഞു ലാ എന്ന്. എന്നാൽ അതിന്റെ മറുപടി എന്താണ്, ശരിക്കും പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് അതെ യുസ്തഖു പറയപ്പെടുന്നതാണ് അല കുല്ലി മിനൽ അക്സാമി സലാസത്തി എല്ലാതിനെ സംബന്ധിച്ചും പറയപ്പെടാം. അല കുല്ലി മിനൽ അക്സാമി സലാസത്തി ഈ 3 കിസ്മുകളിൽപ്പെട്ട ഓരോന്നിനെ പറ്റിയും പറയൽ ശരിയാവുന്നതാണ്, പറയാൻ പറ്റുന്നതാണ്, പറയപ്പെടാവുന്നതാണ്. എന്ത് പറയപ്പെടാം? അന്നഹു നിശ്ചയം അത് ത്വരീഖത്തുൻ അതൊരു ത്വരീഖത്താണെന്ന് പറയാം, ആദത്തുൻ പതിവാണെന്നും പറയാം. ദീനിലുള്ള ഈ 3 കിസ്മായ സുന്നത്തുകളെ കുറിച്ചും നമുക്ക് എന്ത് പറയാം? സുന്നത്ത് ആയാലും ശരി, അതുപോലെ തന്നെ മന്ദൂബ് സുന്നത്താണെങ്കിലും ശരി, പിന്നെ മുസ്തഹബ് ആണെങ്കിലും പിന്നെ തതവ്വു ആണെങ്കിലും അതിനെക്കുറിച്ച് എന്ത് പറയാം? അത് ത്വരീഖത്തും ആദത്തും ദീനിലുള്ള ഒരു വഴിയാണ്, ദീനിലുള്ള ഒരു പതിവാണെന്ന് പറയാം. മഹബൂബുൻ ലിഷാരി ഇത് 3 സംബന്ധിച്ചു. അപ്പോൾ ഇതാണ് ഏതിന്റെ അർത്ഥം? ആദ്യം പറഞ്ഞ സുന്നത്തിന്റെ അർത്ഥം. ഇത് ശരിക്കും 3 എണ്ണത്തിനെ കുറിച്ചും പറയാം. നബിതങ്ങൾ പതിവാക്കിയതാണെങ്കിലും പതിവാക്കിയതല്ലെങ്കിലും, നബിതങ്ങൾ ചെയ്യാത്ത മറ്റുള്ള മഹാന്മാർ ചെയ്തതാണെങ്കിലും അത് ദീനിലുള്ള ഒരു വഴിയാണ്, ദീനിലുള്ള പതിവാണെന്ന് പറയാം. അപ്പൊ അതിന് സുന്നത്ത് എന്ന് എല്ലാതിനെ കുറിച്ചും പറയാം. എന്നതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഏതായിരുന്നു? മുസ്തഹബ് അല്ലേ. മഹബൂബും ലിഷാരി ബി ത്വലബിഹി ഷാരി തേടിയ കാരണം കൊണ്ട് ഷാരിന് എന്താണ് ഇഷ്ടപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞതൊക്കെ. നബിതങ്ങൾ സ്ഥിരമായി ചെയ്തതാണെങ്കിലും എപ്പോഴെങ്കിലും ചെയ്തതാണെങ്കിലും നബിതങ്ങൾ സ്ഥിരമായി ചെയ്ത സുന്നത്ത് എന്ന് ഇവർ പറയുന്നത്, അതുപോലെ തന്നെ നബിതങ്ങൾ എപ്പോഴെങ്കിലും ചെയ്ത മുസ്തഹബ് എന്ന് പറയുന്നത്. അപ്രകാരം തന്നെ നബിതങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്ത മഹാന്മാർ ആരംഭിച്ചിട്ടുള്ള നല്ല കാര്യങ്ങളായിട്ടുള്ള ആ കാര്യം തതവ്വു എന്ന് പറയുന്നത്.
അതിനെ എല്ലാതിനെ പറ്റിയും എന്ത് പറയാം, ശാരീ തേടിയതാണ് എന്നുള്ള നിലക്ക്. സുന്നത്താണല്ലോ, അപ്പോൾ കൽപ്പന ഉണ്ടല്ലോ, തേട്ടുണ്ടല്ലോ, ഉറപ്പിക്കപ്പെട്ടതല്ലാത്തൊരു തേട്ടുണ്ടല്ലോ. അപ്പോൾ ശാരീ തേടിയിട്ടുണ്ട്. ശാരീ എന്ന് പറഞ്ഞാൽ നിയമം കൊണ്ടുവരുന്ന ആള്. ഇപ്പൊ ദീനാണല്ലോ ഇപ്പോൾ നിയമം കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇവിടെ ദീനിന്റെ കൽപ്പനകൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ, റസൂലിന്റെ കൽപ്പനകൾ. അപ്പോൾ ദീനിന്റെ തേട്ടം ഉണ്ട് എന്നുള്ള നിലക്ക് എന്ത് ചെയ്യാം, ഇതിനെ എല്ലാം ഇത് ദീനിന്റെ തേട്ടം അത് ഇഷ്ടപ്പെട്ടതാണ്. ശാരീന്റെ തേട്ടം കൊണ്ട് തന്നെ അതെന്താണ്, ഇഷ്ടപ്പെട്ടതാണ് എന്നുള്ള നിലക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്ത് പറയാം, മഹബൂബ് മുസ്തഹബ് എന്ന് എല്ലാതിനെ കുറിച്ചും പറയാം. അതിന് ശാരീ തേടിയത് കൊണ്ട്, ശാരീന് ഇഷ്ടപ്പെട്ടതാണ്, അള്ളാഹു റസൂലിനും ഇഷ്ടപ്പെട്ടതാണത്. കാരണം ശാരീ തേടിയിട്ടുണ്ട് ഇതിനെ എന്നുള്ളത് കൊണ്ട് അത് മനസ്സിലായി. അപ്പോൾ ഈ മൂന്നെണ്ണത്തിനെ കുറിച്ച് മുസ്തഹബ് എന്ന് പറയാം. വസാഇദുനൽ വാജിബി, ഇന്ന് ഈ പറഞ്ഞതൊക്കെ എന്താണ്, വാജിബിനേക്കാൾ അധികമുള്ളതാണ്. ആ അർത്ഥത്തിൽ അതിനെക്കുറിച്ച് തത്തവൂ എന്നും പറയാം. അപ്പോൾ മൂന്നെണ്ണത്തിനെ കുറിച്ചും തത്തവൂ എന്നും പറയാം, മൂന്നെണ്ണത്തിനെ കുറിച്ചും മുസ്തഹബ് എന്നും പറയാം, മൂന്നെണ്ണത്തിനെ കുറിച്ചും സുന്നത്ത് എന്നും പറയാം. അപ്പോൾ ഇതാണ് എന്ത് പറഞ്ഞത്, മുത്തറാദിഫാണ്, ഒക്കെ ഒരേ പദാണ് എന്ന് പറഞ്ഞത്. വലാ യജിബു, നിർബന്ധമാകുകയില്ല, അൽ മന്ദൂബു, സുന്നത്താക്കപ്പെട്ട കാര്യം, ബിഷുറു, ഈ പ്രവേശിക്കൽ കൊണ്ട്, ആരംഭിക്കൽ കൊണ്ട്, ഫീഹി, അതിൽ. ലാ യജിബു ഇത്മാമു, ഒരു സുന്നത്തായ കാര്യത്തെ പൂർത്തിയാക്കൽ നിർബന്ധമൊന്നുമില്ല. ഒരു കാര്യം തുടങ്ങിയെന്ന് വിചാരിച്ച സുന്നത്ത് അത് പൂർത്തിയാക്കിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നൽ മന്ദൂബ, നിശ്ചയ മന്ദൂബ് എന്ന് പറഞ്ഞാൽ സുന്നത്താക്കപ്പെട്ടത്, എതിർപ്പാക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ എന്താണ്, യജൂസു തർക്കുഹു, അതിന്റെ ഉപേക്ഷ എന്താണ്, അനുവദനീയമാവും, അത് ഉപേക്ഷിക്കലും അനുവദനീയമാകും. വ തർക്കു ഇത്മാമിഹി, അതിന്റെ പൂർത്തീകരണത്തെ ഉപേക്ഷിക്കലും. ഉപേക്ഷിക്കുക പറഞ്ഞാൽ തീരെ ചെയ്യാതിരിക്കുക. തർക്കു ഇത്മാമിഹി, അതിന്റെ പൂർത്തീകരണത്തെ ഉപേക്ഷിക്കൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമാക്കാതിരിക്കൽ. അത് എങ്ങനത്തെ തർക്കു ഇത്മാമാണ്, അൽ മുബത്തിലു, ബാത്തിലാക്കുന്ന ആ കാര്യത്തെ അത് ബാത്തിലാക്കും. അങ്ങനത്തെ അതിന്റെ പൂർത്തീകരണത്തെ ഉപേക്ഷിക്കുക എന്നുള്ളത് എന്തിനെ ബാത്തിലാക്കും, ലിമാ ഫുഇല മിൻഹു, അയാളിൽ നിന്ന് ചെയ്യപ്പെട്ട ആ പ്രവർത്തനത്തെ അത് ബാത്തിലാക്കും. അങ്ങനത്തെ ആ പൂർത്തീകരണത്തെ ഉപേക്ഷിക്കുക എന്നുള്ളത് തർക്കുല്ലഹു, ആ കാര്യത്തെ ഉപേക്ഷിക്കലാണ്. ഇപ്പോൾ ഒരാൾ സുന്നത്ത് നോമ്പ് നോറ്റാണ്, അപ്പോൾ ഉച്ചയായപ്പോൾ എന്ത് ചെയ്തു, വെള്ളം കുടിച്ചു. അപ്പോൾ അത് പൂർത്തിയാക്കിയില്ല, പൂർത്തിയാക്കലിനെ അയാൾ ഉപേക്ഷിച്ചു എന്ന് പറയാം. അപ്പോൾ അയാൾ അന്ന് എന്താണ്, സുന്നത്ത് നോമ്പ് തീരെ തന്നെ നോൽക്കാൻ ആരംഭിച്ചിട്ടില്ലാത്തവനെ പോലെ തന്നെയായി. അതിനെ ഉപേക്ഷിച്ച ഒരാളെ പോലെ. പൂർത്തീകരണത്തെ ഉപേക്ഷിച്ചാലും ശരി, അത് മൊത്തം ഉപേക്ഷിച്ചവനെ പോലെയാണ്. പിന്നെ ഉച്ചവരെ നോറ്റീന് പ്രത്യേകത ഒന്നുമില്ലല്ലോ. അപ്പോൾ അതാണ് പൂർത്തീകരണത്തെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നതും അതിനെ ഉപേക്ഷിക്കൽ തന്നെയാണ്. അതൊക്കെ തന്നെയാണ് അനുവദനീയമാണ്. കാരണം തർക്ക് ആദ്യമേ അനുവദനീയമായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇതും എന്താണ്, ഒരു ഉപേക്ഷിക്കലായതുകൊണ്ട് ഈ ഉപേക്ഷിക്കലും, അതായത് പകുതി വെച്ച് നിർത്തലും എന്തുതന്നെയാണ്, ജായിസ് തന്നെയാണ്. അതിൻ്റെ അർത്ഥം ഒരു സുന്നത്ത് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അത് പൂർത്തിയാക്കിക്കോളണം എന്നയാൾക്ക് നിർബന്ധമൊന്നുമില്ല. വലാ യജിബു, നിർബന്ധമല്ല, അൽ മന്ദൂബു, സുന്നത്താക്കപ്പെട്ടത്, ബിഷുറു, അതിൽ പ്രവേശിക്കൽ കൊണ്ട് അതിനെ പൂർത്തീകരിക്കൽ പിന്നെ നിർബന്ധമായി തീരുമൊന്നുമില്ല. സുന്നത്ത് തുടങ്ങിയെന്ന് വിചാരിച്ചിട്ട് പൂർത്തീകരിക്കൽ നിർബന്ധമില്ല. ഖിലാഫ് അലി അബി ഹനീഫ, അബു ഹനീഫ ഇമാം എന്നിവർക്കെതിരായിട്ട് അവർക്ക് അതെന്താണ്, ഒരു സുന്നത്ത് തുടങ്ങിയാൽ പിന്നെ അത് പൂർത്തീകരിച്ചോളണം എന്നുള്ളതാണ്. ഫി കൗലിഹി, അവരുടെ വാചകത്തിൽ, എന്ത് വാചകം, ബി വജൂബി തുമാമി, അതിനെ പൂർത്തീകരിക്കൽ നിർബന്ധമാണെന്ന് അവരുടെ വാചകത്തിൽ അവരോട് എതിരായിട്ടാണ് ഈ പറയുന്നത്. ഏതെന്തിനു വേണ്ടിയിട്ടാണ് അവരെ ഇങ്ങനെ പൂർത്തീകരിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞത്, ലി കൗലിഹി തആല, അല്ലാഹു തആലാന്റെ വാക്കുണ്ടായതിനു വേണ്ടി. വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങൾ നിങ്ങളുടെ അമലുകളെ ബാത്തിലാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ബാത്തിലാക്കരുത് എന്നുള്ള ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാം അബൂ ഹനീഫ ഇമാം കണ്ടെത്തിയ വിധി എന്താണ്, സുന്നത്തായ കാര്യങ്ങളെ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പൂർത്തീകരിച്ചോളണം, അതിനെ ബാത്തിലാക്കാൻ പാടില്ല. അപ്പോൾ ഉപേക്ഷിക്കലിനെ പിന്നെ പൂർത്തിയാക്കലിനെ ഉപേക്ഷിച്ചാൽ അത് തെറ്റാണ് എന്നുള്ളതാണ്. അതിനെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഹത്താ യജിബ ബി തർക്കി ഇത്മാമി അസ്വലാത്തു, എത്രത്തോളം അങ്ങനെ ഉപേക്ഷിക്കരുത് എന്നാണ് പറഞ്ഞത്. ഹത്താ യജിബ ബി തർക്കി ഇത്മാമി സ്വലാത്തി, നിസ്കാരത്തെ പൂർത്തിയാക്കലിനെ ഉപേക്ഷിച്ചാൽ നിർബന്ധമാവും. അസൗമി മിന്നു, അതിൽ നിന്നുള്ള സുന്നത്തിൽ നിന്നുള്ള നിസ്കാരത്തെ പൂർത്തീകരിക്കലിനെ ഉപേക്ഷിക്കൽ കൊണ്ട് നിർബന്ധമാവുന്നത് വരെ. വസൗമി, നോമ്പ്
പൂർത്തീകരിക്കലിനെ ഉപേക്ഷിച്ചാലും നിർബന്ധമാവുന്നത് വരെ. മിൻഹു സുന്നത്തിൽ നിന്നുള്ള. അപ്പൊ സുന്നത്തിൽ നിന്നുള്ള നോമ്പോ നിസ്കാരമോ ഉപേക്ഷിക്കലിനെ പൂർത്തിയാക്കലിനെ ഉപേക്ഷിച്ചാൽ, സുന്നത്തിൽ നിന്നുള്ള നോമ്പോ നിസ്കാരമോ പൂർത്തീകരിക്കലിനെ ഉപേക്ഷിക്കുന്നത് കൊണ്ട് നിർബന്ധമാകുന്നത് വരെ എന്ത് ഖളാഉഹുമ, അത് രണ്ടിന്റെയും ഖളാഉ വീട്ടൽ. ആ ഒരു രീതി അതിലെത്തുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിനെ ബാത്തിലാക്കരുത്. അഥവാ നിങ്ങൾ ഒന്നിനെ ബാത്തിലാക്കി കഴിഞ്ഞാൽ, അമലിനെ ബാത്തിലാക്കി കഴിഞ്ഞാൽ, നിസ്കാരമാവട്ടെ സുന്നത്ത്, നിസ്കാരമാവട്ടെ സുന്നത്ത്, നോമ്പാവട്ടെ, അതിനെ ഉപേക്ഷിക്കലിനെ പൂർത്തീകരിക്കലിനെ ഉപേക്ഷിക്കൽ കൊണ്ട് എന്തായി തീരും, അത് രണ്ടിന്റെയും ഖളാഉ വീട്ടൽ നിർബന്ധമായി തീരും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിനെ ബാത്തിലാക്കരുത് അമലുകളെ. ബിതർക്കി ഇത്മാമി സ്വലാത്തി, നിസ്കാരത്തെ പൂർത്തീകരിക്കലിനെ ഉപേക്ഷിക്കൽ കൊണ്ട് നിർബന്ധമാവുന്നത് വരെ. സൗമി, നോമ്പിനെ പൂർത്തീകരിക്കലിനെ ഉപേക്ഷിക്കൽ കൊണ്ടും നിർബന്ധമാവുന്നത് വരെ. മിൻഹു, ഈ സുന്നത്തായ കാര്യത്തിൽ നിന്നുള്ള നോമ്പും നിസ്കാരവും അതിൻ്റെ പൂർത്തീകരിക്കലിനെ ഉപേക്ഷിക്കൽ കൊണ്ട് നിർബന്ധമായി തീരുന്നത് വരെ എന്ത് ഖളാഉഹും, അത് രണ്ടിൻ്റെയും ഖളാഉ വീട്ടൽ. ഊരില മുആറദ പറയപ്പെട്ടു, ഇതിനെതിര് പറയപ്പെട്ടു ഫി സൗമി, നോമ്പിന്റെ കാര്യത്തിൽ. നോമ്പ് സുന്നത്താണെങ്കിൽ അതിന്റെ പൂർത്തീകരണത്തെ ഉപേക്ഷിച്ചാൽ അത് ഖളാഉ വീട്ടൽ നിർബന്ധമാണെന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. അതിന് മുആറദ, അതിനെതിര് പറയപ്പെട്ടു. എന്തുകൊണ്ട്? ബി ഹദീസി, ഒരു ഹദീസ് കൊണ്ട്. എന്താണ് ഹദീസ്? അസ്വാഇമുൽ മുതതവ്വിഉ അമീറു നഫ്സിഹി ഇൻഷാ സ്വാമ വ ഇൻഷാ അഫ്തറ. അസ്വാഇമുൽ മുതതവ്വിഉ, സുന്നത്ത് നോമ്പെടുക്കുന്ന ആള്, ഏറെ നോമ്പ് നോൽക്കുന്ന ആള്, വാജിബല്ലാത്ത നോമ്പെടുക്കുന്ന ആള്, സുന്നത്തായിട്ടുള്ള നോമ്പെടുക്കുന്ന ആള്, അമീറു നഫ്സിഹി, അവനവന്റെ ശരീരത്തിന്റെ നേതാവാകുന്നു, അമീറാകുന്നു. ഇൻഷാ, അവൻ ഉദ്ദേശിച്ചാൽ, സ്വാമ, അവൻ അതിനെ നോൽക്കട്ടെ, സുന്നത്ത് നോമ്പ് പൂർത്തീകരിച്ച് നോൽക്കട്ടെ. വൈൻഷാ, അവൻ ഉദ്ദേശിച്ചാൽ, അഫ്തറ, അവൻ എപ്പോഴാണെങ്കിൽ മുറിച്ചു കൊള്ളട്ടെ എന്നൊരു ഹദീസ് ഉണ്ട്. അപ്പൊ ഹദീസിന്റെ അർത്ഥം എന്താണ്? ഓന് നോമ്പ്, സുന്നത്ത് നോമ്പ് നോൽക്കുന്ന ആൾക്ക് അയാളുടെ നോമ്പ് എന്ത് ചെയ്യണം എന്നുള്ളതിന് അധികാരമുണ്ട്. ഒന്നുകിൽ അവന് നോറ്റ് വിട്ടുകയും ചെയ്യാം, പൂർത്തീകരിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഇടക്ക് വെച്ച് മുറിക്കുകയും ചെയ്യാം എന്ന ഹദീസ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സൗമ് അതിൻ്റെ പൂർത്തീകരിക്കലിനെ ഉപേക്ഷിച്ചാൽ എന്തില്ല, ഖളാഉ വീട്ടൽ നിർബന്ധമല്ല എന്നാണല്ലോ. കാരണം പിന്നെ ഉദ്ദേശിച്ചാൽ അവന് മുറിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഹദീസ് വെച്ചിട്ട് എന്ത് ചെയ്തു? നോമ്പിന്റെ കാര്യത്തിൽ അതിനെതിരെ മറുപടി പറയപ്പെട്ടിട്ടുണ്ട്. റവാഹു തുർമുദി, അല്ലാത്തവരും റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. വഖാൽ ഹാക്കിമു സഹീഹുൽ ഇസ്നാദ്, ഇസ്നാദ് സഹീഹ് ആയതാണെന്ന് ഹാക്കിം എന്നവർ പറയുകയും ചെയ്തിട്ടുണ്ട്. വയുഖാസു, താരതമ്യം ചെയ്യപ്പെടുന്നതാണ്, ഖിയാസാക്കപ്പെടുന്നതാണ്, അല്ല സൗമി, ഈ നോമ്പിന്റെ മേലിൽ അസ്വലാത്തു, നിസ്കാരത്തെ. ഇപ്പൊ ഇവിടെ നോമ്പ് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ആ നോമ്പിന്റെ മേൽ ദിനി താരതമ്യം ചെയ്യാം. നോമ്പിന്റെ കാര്യത്തിൽ വേണമെങ്കിൽ ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നിസ്കാരവും. വേണമെങ്കിൽ ഉപേക്ഷിക്കാമെന്ന് അതിനോടങ്ങോട്ട് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ നിസ്കാരവും വേണമെങ്കിൽ ഉപേക്ഷിക്കാമെന്നും, ഉപേക്ഷിച്ചത് കൊണ്ട് ഖളാഉ വീട്ടൽ നിർബന്ധം അല്ല എന്നും കിട്ടും. ഫലാ തതനാവലുഹുമ, അങ്ങനെയാകുമ്പോൾ ഫലാ തതനാവലു, ആ ആയത്ത് ഉൾക്കൊള്ളുന്നില്ല, ഹുമ, ഇത് രണ്ടിനെ. നിങ്ങളുടെ അമലുകളെ ബാത്തിലാക്കരുത് എന്ന് പറഞ്ഞല്ലോ. ആ ആയത്ത് ഇത് രണ്ടിനെയും ഉൾക്കൊള്ളുന്നില്ല. സുന്നത്തായ നോമ്പിനെയും സുന്നത്തായ നിസ്കാരത്തെയും അത് ഇടയിൽ വെച്ച് നിർത്തിച്ചിട്ട് കുഴപ്പമില്ല. മറ്റേത് ബാത്തിലാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഇത് രണ്ടിനെയും ഉൾപ്പെടുത്തിയിട്ടില്ല. ജമ്മം ബൈനല്ല അതില്ലെത്തി, ലക്ഷ്യങ്ങളുടെ ഇടയിൽ ജമ്മ് ചെയ്തതിന് വേണ്ടി, ക്രോഡീകരിച്ചതിന് വേണ്ടി. എന്താണ് ഈ ഹദീസ് ഉണ്ടല്ലോ, വേണമെങ്കിൽ മുറിക്കാന്നും പറഞ്ഞത്. അപ്പൊ ആയത്തിൽ എന്ത് പറഞ്ഞു? ബാത്തിലാക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ അതിനെന്ത് മനസ്സിലായത്? അത് ഈ നോമ്പല്ലാത്ത കാര്യത്തിലാണ് പറഞ്ഞത്. ഈ നോമ്പിന്റെ, സുന്നത്ത് നോമ്പിന്റെ കാര്യത്തിലല്ല ബാത്തിലാക്കരുത് എന്ന് പറഞ്ഞത്. ഫർദായ കാര്യത്തിൽ ഒരിക്കലും ബാത്തിലാക്കാൻ പാടില്ല. അപ്പൊ എന്തായി? ആ ആയത്ത് ഇതിനും എതിരല്ല, ഈ ഹദീസിനും എതിരല്ല. കാരണം ആയത്തും പ്രമാണാണ്, ഹദീസും പ്രമാണാണല്ലോ. അപ്പൊ ബാത്തിലാക്കരുതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹദീസിൽ വേണമെങ്കിൽ മുറിക്കാന്നും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ വൈരുദ്ധ്യമാവും. ഈ വൈരുദ്ധ്യമാകുമ്പോൾ ഒരു തെളിവ് മറ്റൊരു തെളിവുമായിട്ട് വൈരുദ്ധ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യം തോന്നിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അതിനെ സമീകരിക്കണം, ക്രോഡീകരിക്കണം. ക്രോഡീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മറ്റതിന് എതിരല്ല എന്നുള്ള രൂപത്തിലേക്ക് ആക്കണം. അതെങ്ങനെയാണ് ജമ്മ് ചെയ്യൽ ഇതാണ്. അത് ഫർദായ നോമ്പിന്റെ അല്ലെങ്കിൽ ഫർദായ അമലുകളുടെ കാര്യത്തിലാണ് ബാത്തിലാക്കരുതേ, ഇടയ്ക്ക് വെച്ച് നിർത്തരുതേ എന്ന് പറയുന്നത്. ഇവിടെ വേണമെങ്കിൽ നോമ്പ് നിർത്താന്ന് പറഞ്ഞതോ അത് സുന്നത്താണ്. അപ്പൊ ഫർദിന്റെ അവിടെ പറ്റൂല, സുന്നത്തിന്റെ അവിടെ പറ്റുമെന്നായി. അപ്പൊ രണ്ടും തമ്മിൽ എന്തില്ല? കൂട്ടിമുട്ടലില്ല, വൈരുദ്ധ്യമല്ല. അപ്പൊ അങ്ങനെ ജമ്മ് ചെയ്തതിന് വേണ്ടിയിട്ടാണ്
ഇവിടെ ഇത് രണ്ടും പിന്നെ ഈ നോമ്പിന്റെ മേലിൽ സലാത്തിനെയും സുന്നത്തായ നിസ്കാരത്തെയും എന്ത് ചെയ്യുന്നുണ്ട്, ഖിയാസാക്കുന്നുണ്ട്. കേവല നിസ്കാരമല്ല, സുന്നത്തായ നിസ്കാരത്തെയും ഖിയാസാക്കി. അപ്പോൾ ഈ സുന്നത്തായ നോമ്പിലും സുന്നത്തായ നിസ്കാരത്തിലും എന്ത് വേണ്ട എന്ന് കിട്ടി, അതിന്റെ പൂർത്തീകരണം നിർബന്ധമല്ല. അഥവാ പിന്നെ പൂർത്തീകരണം ഉപേക്ഷിച്ചാൽ ഖളാ നിർബന്ധമാവുകയുമില്ല. ജമ്മ് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടും. ബൈനൽ അതില്ലത്തി, ലക്ഷ്യങ്ങൾക്കിടയിൽ. ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഖുർആൻ, ഒന്ന് ഹദീസ്. ഈ രണ്ട് ലക്ഷ്യങ്ങളും വൈരുദ്ധ്യമായി പ്രത്യക്ഷത്തിൽ തോന്നി. അപ്പം അതിനെ ജമ്മ് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടും. വുജൂബ് ഇത്മാമിൽ ഹജ്ജി, ഹജ്ജിന്റെ പൂർത്തീകരണം നിർബന്ധമാവുക എന്നത്. അൽ മന്ദൂബി, സുന്നത്താക്കപ്പെട്ട ഹജ്ജിന്റെ പൂർത്തീകരണം നിർബന്ധമാണ്. അത് അന്ന നഫ്ലഹു, അതിന്റെ പൂർത്തീകരണം നിർബന്ധമാവുക എന്നത്, അങ്ങനെ നിർബന്ധമാവൽ. അന്ന നഫ്ലഹു, കാരണം എന്താണെന്നോ, നിശ്ചയം അതിന്റെ നഫില്, ഈ ഹജ്ജിന്റെ നഫില് എന്ന് പറയുന്നത് അയൽ ഹജ്ജി, ഹു എന്ന് പറഞ്ഞാൽ അതിന്റെ എന്ന് പറഞ്ഞാൽ അയൽ ഹജ്ജി, ഹജ്ജിന്റെ നഫില് എന്ന് പറഞ്ഞാൽ സുന്നത്തായ ഹജ്ജ്. ഫർലി, ഹജ്ജിന്റെ ഫർലിനെ പോലെ തന്നെയാണ്, ഫർലായ ഹജ്ജ് പോലെ തന്നെയാണ് സുന്നത്തായ ഹജ്ജും. ഏതാണ് ഈ സുന്നത്തായ ഹജ്ജ് പറഞ്ഞാല്? ഒരു ഹജ്ജല്ലേ ഉള്ളൂ ജീവിതത്തിൽ നിർബന്ധമുള്ളത്. അപ്പോൾ ഒരു ഹജ്ജ് ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യണം എന്താണ്, സുന്നത്താണ്. അപ്പോൾ അതാണ് സുന്നത്തായ ഹജ്ജ് എന്ന് പറയുന്നത്. അത് ഫർലിഹി, ഫർള് പോലെ തന്നെയാണ്, ഫർലായ ഹജ്ജ് പോലെ തന്നെയാണ്. നിയത്തിൽ വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒരേ നിയത്ത് തന്നെയാണ്. ഫർദിഹി, നിയത്തിൽ ഫൈനഹ നിശ്ചയം, ഈ നിയത്ത് ഫി കുല്ലി മിൻഹുമ, ഈ ഫർദായ ഹജ്ജിലും സുന്നത്തായ ഹജ്ജിലും എന്താണ്, ഖസ്ദുദ്ദുഖൂലി, ഹജ്ജിൽ പ്രവേശിക്കുന്നു എന്ന് കരുതലാണ്, അല്ലേ? ഹജ്ജിൽ പ്രവേശിക്കുന്നു എന്നതിനെ കരുതലാകുന്നു. പിന്നെയോ അയ്യ തലബുസ് ബിഹി, അതായത് ഹജ്ജുമായി ബന്ധപ്പെടലാണ്, ആ ബന്ധപ്പെടലിനെ കരുതലാണ്. ഹജ്ജിലാണ് എന്ത് ചെയ്തു, ഹജ്ജുമായി ബന്ധപ്പെടുക, ഹജ്ജുമായി ഷൂലാകുക, അതിനെ കരുതുക. ഇതാണ് അതിൻ്റെ നിയത്ത്. സുന്നത്താണെങ്കിലും ശരി, ഫർളാണെങ്കിലും ശരി. അപ്പം നിയത്തിൽ എന്താണ്, സുന്നത്തായ ഹജ്ജ് ഫർളായ ഹജ്ജിനെ പോലെ തന്നെയാണ്. അപ്പോൾ കഫാറത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഫൈന നിശ്ചയം, ഈ കഫാറത്ത് തജിബുഹ നിർബന്ധമാകും, ഫി കുല്ലി മിൻഹുമ, സുന്നത്തായ ഹജ്ജിലും ഫർളായ ഹജ്ജിലും. എങ്ങനത്തെ ബിൽ ജിമായി, ജിമാ കൊണ്ട്. എങ്ങനത്തെ ജിമാണ്? അൽ മുഫ്സിദ് ലഹു, ഈ ഹജ്ജിനെ ഫാസിദാക്കുന്ന. അപ്പോൾ ഹജ്ജ് ഫാസിദാവും ജിമാ കൊണ്ട്. അപ്പോൾ അവിടെ എന്തുണ്ടാവും, സുന്നത്തായ ഹജ്ജാണെങ്കിലും അവിടെ കഫാറത്ത് നിർബന്ധമാണ്. അതുപോലെ ഫർളായ ഹജ്ജാണെങ്കിലും അവിടെ കഫാറത്ത് നിർബന്ധമാണ്. അപ്പോൾ കഫാറത്ത് നിർബന്ധമാകുക എന്ന വിഷയത്തിൽ ഹജ്ജ് സുന്നത്തോ ഫർളോ എന്നതിൽ വ്യത്യാസമല്ല. അപ്പോൾ ആ വിഷയത്തിലും അവിടെ സുന്നത്തായ ഹജ്ജ് ഫർളായ ഹജ്ജ് പോലെ തന്നെയാണ്. അതുകൊണ്ടൊക്കെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഹജ്ജ് തുടങ്ങി കഴിഞ്ഞാൽ പൂർത്തിയാക്കണം എന്ന് പറയുന്നത്. അത് നേരത്തെ പറഞ്ഞതിന് എന്താവില്ല, വിപരീതമാവില്ല. അത് സുന്നത്തായ ഹജ്ജാണെങ്കിലും ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കണം. അത് ഹജ്ജിൻ്റെ മാത്രം ഒരു എന്താണ് പ്രത്യേകതയും അതിൻ്റെ മാത്രം ഒരു എക്സെപ്ഷനുമാണ്. അതായത് അതിൽ നിന്ന് മറ്റു നേരത്തെ പറഞ്ഞതിൽ നിന്നുള്ള ഒരു വേറിട്ട് നിർത്തലുമാണത്. പൊതുവേ സുന്നത്ത് എന്ത് ചെയ്താൽ പൂർത്തീകരിച്ചോളണം എന്ന് നിർബന്ധമല്ല എന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഹജ്ജ് സുന്നത്തിൻ്റെ കാര്യത്തിൽ ഹജ്ജ് ചെയ്താൽ പൂർത്തീകരിക്കണം. അത് നേരത്തെ പറഞ്ഞതിന് അത് എതിരാവണമില്ല. കാരണം ഇത് വേറൊരു പ്രത്യേക കാര്യമാണ്. ഇതിൽ സുന്നത്തായ ഹജ്ജും ഫർളായ ഹജ്ജും നിയ്യത്തിൻ്റെ കാര്യത്തിലും കഫാറത്തിൻ്റെ കാര്യത്തിലും ഒക്കെ ഒരുപോലെയാണ്. വൈറഹുമ, നീ ഏതാ കഫാറത്തിലും നിയ്യത്തിലും കഫാറത്തിലും മാത്രമല്ല, വൈറഹുമ അത് രണ്ടും അല്ലാത്തതിലും സുന്നത്തായ ഹജ്ജ് ഫർളായ ഹജ്ജ് പോലെ തന്നെയാണ്. അയ്യോ വൈറ നിയ്യത്തല്ലാത്തതിൽ, വൽ കഫാർത്തി കഫാർത്തുമല്ലാത്തതിൽ. വേറെയും പല കാര്യങ്ങളും ഒരുപോലെ തന്നെയാണ്. സുന്നത്തായ ഹജ്ജും ഫർളായ ഹജ്ജും ഒരുപോലെ. കന്തിഫായിൽ, ഏതുപോലെ? കന്തിഫായിൽ ഖുറൂജി, പുറപ്പെടൽ ഇല്ല എന്ന പോലെ. ബിൽ ഫസാദി, ഫസാദാക്കി കഴിഞ്ഞാൽ. അപ്പോൾ സുന്നത്തായ ഹജ്ജ്, ആ ഹജ്ജ് ഒരാൾ ഫാസിദാക്കി, ജിമാ കൊണ്ട് ഫാസിദായി എന്ന് വിചാരിക്കും. എന്നാൽ അതോടുകൂടെ ഹജ്ജിന്ന് വിരമിച്ചോ? ഇല്ല. ഹജ്ജ് പിന്നെ എന്ത് ചെയ്യണം എന്നാണ്, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നും പിന്നെ അടുത്ത കൊല്ലം ഖളാ വീട്ടണമെന്നുമാണ്. സംഗതി സഹിയായില്ല, ഫാസിദായി അപ്പം തന്നെ. എന്നാൽ അവിടെ വെച്ച് നിർത്തി പോരാൻ പറ്റുമോ? ഇല്ല. അതിന് പുറപ്പെടലില്ല. അതെന്താണ്, പൂർത്തിയാവുന്നത് വരെയും ചെയ്യണം. അതിനുശേഷം പിറ്റേ വർഷം ഖളാ വീട്ടുകയും വേണം, കഫാറത്ത് നിർബന്ധമാവുകയും ചെയ്യും. അപ്പം എന്തില്ല, ഇതിൽ നിന്ന് പുറത്ത് പോരലില്ല. അത് സുന്നത്തായ ഹജ്ജാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഫർളായ ഹജ്ജാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ നിയ്യത്തിൻ്റെയും കഫാറത്തിൻ്റെയും കാര്യത്തിൽ മാത്രമല്ല സുന്നത്തായ ഹജ്ജ് ഫർളായ ഹജ്ജ് പോലെയെന്ന് പറഞ്ഞത്. പിന്നെ അതല്ലാത്ത ഈ പറഞ്ഞതുപോലെയുള്ള ഫാസിദായി കഴിഞ്ഞാൽ പുറത്ത് കടക്കലില്ല എന്ന കാര്യത്തിലും ഒരുപോലെ തന്നെയാണ്. പിന്നെ അതേപോലെയുള്ള കാര്യത്തിലും
പിന്നെന്താ ഫൈന കുല്ല മിൻഹുമ നിസ്സയം ഫൈന നിസ്സയം കുല്ല മിൻഹുമ ഇതിൽ നിന്നുള്ള രണ്ടിൽ ഓരോന്നും, അതായത് സുന്നത്തായ ഹജ്ജും ഫർളായ ഹജ്ജും, ലാ യഹ്സുലു ഖുറൂജു മിൻഹു അതിൽ നിന്നുള്ള ഖുറൂജ് പുറപ്പെടൽ സാധ്യമാവുകയില്ല, കരസ്ഥമാവുകയില്ല, ബി ഫസാദിഹി അത് ഫാസിദാവൽ കൊണ്ട്. സുന്നത്തായ ഹജ്ജാവട്ടെ ഫർളായ ഹജ്ജാവട്ടെ അത് ഫാസിദായി കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്ത് കടക്കൽ കരസ്ഥമാവുകയില്ല, എന്ന് പുറത്ത് കടന്നു എന്ന് പറയാവതല്ല. പിന്നെ ബൽ മറിച്ച് യജിബു നിർബന്ധമാണ് അൽ മുദിയു ഫീഹി അതിൽ കഴിഞ്ഞുകൂടൽ, വേദ ഫസാദി അത് ഫസാദായതിനു ശേഷം അതിൽ തന്നെ കഴിച്ചുകൂട്ടൽ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് പൂർത്തിയാക്കി ചെയ്യുന്നത് വരെ അതിൽ തന്നെ ഹജ്ജിൽ തന്നെ തുടരുക എന്നുള്ളത്. ഫാസിദായതാണ് സഹി അല്ല ഹജ്ജ്, അപ്പം എന്നാലും അതിൽ തന്നെ തുടരുക എന്നുള്ളത് അവന് നിർബന്ധമാണ് അല്ലേ. അത് സുന്നത്തിലും അതുപോലെ തന്നെ ഫർദിലും ഒക്കെ ഒരുപോലെയാണ്. ഇനി വൽ ഉംറത്തു ഉംറ എന്ന് പറയുന്ന കൽ ഹജ്ജി ഹജ്ജിനെ പോലെ തന്നെയാണ്. ഏത് വിഷയത്തിൽ? ഫീമാ ദുക്കിറ പറയപ്പെട്ട വിഷയത്തിൽ. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഹജ്ജിനെ പോലെ തന്നെയാണ് ഉംറയും. ലൈസ വയറുഹുമ അതവിടെ കഴിഞ്ഞു. ഇനി വയറുഹുമ ഇത് രണ്ടും അല്ലാത്തതുണ്ടല്ലോ, ഏത് ഹജ്ജും ഉംറയും അല്ലാത്തത്. ലൈസ നഫ്ലു അതിൻ്റെ നഫിലല്ല, ഫർദു അതിൻ്റെ ഫർദുമല്ല, സവാൻ സമമല്ല. ഹജ്ജും ഉംറ ഈ പറഞ്ഞ പോലെയാണ് എന്ന് പറഞ്ഞു. സുന്നത്തായ ഹജ്ജും ഫർളായ ഹജ്ജും ഒക്കെ ഒരുപോലെയാണ്, ഉംറയും ഹജ്ജ് പോലെയാണെന്ന് പറഞ്ഞു. ഇതല്ലാത്ത കാര്യങ്ങളുണ്ടല്ലോ അതൊന്നും അതിൻ്റെ സുന്നത്തും അതിൻ്റെ ഫർളും ഒരുപോലെയല്ല. ഇപ്പം സുന്നത്തായ നിസ്കാരം ഫർളായ നിസ്കാരം രണ്ടും ഒരുപോലെയല്ല. സുന്നത്തായ നോമ്പ് ഫർളായ നോമ്പ് രണ്ടും ഒരുപോലെയല്ല. പിന്നെ ഫർളു സവാൻ ഫീമാ ദുക്കിറ പറയപ്പെട്ടതിലൊന്നും ഫന്നിയത്തു ഫീ നഫ്ലി സ്വലാത്തി അപ്പം നിസ്കാരത്തിൻ്റെ സുന്നത്തിലുള്ള നിയ്യത്ത്, സൗമിൻ്റെ സുന്നത്തിലുമുള്ള നിയ്യത്ത്, വൈറുഹ അതല്ലാത്തതാണ്, ആ നിയ്യത്ത് അല്ലാത്തതാണ് ഫീ ഫർദിഹിമ അതിൻ്റെ ഫർദ് രണ്ടിലും അല്ലേ. നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും ഒക്കെ സുന്നത്തിലുള്ള നിയ്യത്ത് ആ നിയ്യത്തല്ലല്ലോ അത് രണ്ടിൻ്റെയും ഫർദിലുള്ളത്. ആ നിയ്യത്തല്ലാത്ത മറ്റൊരു നിയ്യത്താണ് ഫർദായ നിസ്കാരത്തിലും ഫർദായ നോമ്പിലുള്ളത്. അപ്പം സുന്നത്തായ നിസ്കാരത്തിലുള്ള നിയ്യത്തല്ലല്ലോ ഫർദ് നിസ്കാരത്തിലുള്ളത്, സുന്നത്തായ നോമ്പിലുള്ള നിയ്യത്തല്ലല്ലോ ഫർദ് നോമ്പിലുള്ളത്. അപ്പോൾ സുന്നത്തായ നിസ്കാരത്തിലോ പിന്നെ സുന്നത്തായ നോമ്പിലോ ഉള്ള നിയ്യത്ത് അല്ലാത്തൊരു നിയ്യത്താണ് ഇത് രണ്ടിൻ്റെയും ഫർദിലുള്ളത്. അതായത് രണ്ടിൻ്റെയും നിയ്യത്തുകൾ സുന്നത്തിലും ഫർദിലും വെവ്വേറെയാണ് എന്ന് ചുരുക്കം. പിന്നെ ഫർദിഹിമ പിന്നെന്താ ഫന്നിയത്തു ഫീ നഫ്ലി സ്വലാത്തി വസ്സൗമി വൈറുഹാ ഫീ ഫർദിഹിമ വൽ കഫാറത്തു ഫീ ഫർദി സൗമി. ഇനി ഫർദായ നോമ്പിലുള്ള കഫാറത്ത് പ്രായശ്ചിത്തം ബി ഷർത്തി അത് അതിൻ്റെ നിബന്ധനയോടുകൂടെയാകുന്നു, ദൂന നഫ്ലിഹി അതിൻ്റെ സുന്നത്തിലോട്ടില്ലതാനും, ദൂന സ്വലാത്തി നിസ്കാരത്തിലില്ല മുത്തലക്കൻ അത് നിരുപാധികം. നിസ്കാരം പിന്നെ എന്താണ് സുന്നത്താണെങ്കിലും ശരി ഫർദാണെങ്കിലും ശരി മുത്തലക്കൻ അതിൽ എന്തില്ല കഫാറത്ത് വരുന്നില്ല. നോമ്പ് പിന്നെ എന്ത് വരുന്നുണ്ട് അതിൻ്റെ ഷർത്തോടുകൂടെ അതിൻ്റെ പിന്നെ ഫർദിൽ കഫാറത്ത് വരുന്നുണ്ട്, എന്നാലും അതിൽ നഫിൽ അത് വരുന്നോട്ടില്ലേനും. സുന്നത്തായ നോമ്പിൽ ഒരിക്കലും എന്ത് വരുന്നില്ല കഫാറത്ത് വരുന്നില്ല. നിസ്കാരത്തിൽ പിന്നെ മുത്തലക്ക നിരുപാധികം കഫാറത്ത് വരുന്നില്ല. നോമ്പിലാണെങ്കിൽ ഫർദിൽ വരുന്നുണ്ട്, ഫർദ് നോമ്പിൽ എന്ത് ചെയ്യുന്നുണ്ട് കഫാറത്ത് വരുന്നുണ്ട്, സുന്നത്തിൽ വരുന്നില്ലേനും. മാത്രമല്ല ഒബി ഫസാദി സ്വലാത്തി നിസ്കാരം ഫസാദാവൽ കൊണ്ട് എങ്ങനെ പോതു മുറിഞ്ഞുകൊണ്ടാകാം. വസൗമി നോമ്പും ഫസാദാവൽ കൊണ്ട് യഹ്സുലുൽ ഖുറൂജ് മിൻഹുമാത് രണ്ടിൽ നിന്നുള്ള പുറത്ത് കടക്കൽ സാധ്യമാവുന്നുണ്ട്, കരസ്ഥമാവുന്നുണ്ട്, മുത്തലക്കൻ നിരുപാധികം. ഫഫാറക്കൽ ഹജ്ജു വൽ ഉംറത്തു അപ്പോൾ ഹജ്ജും ഉംറയും വേർപിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്ന് മനസ്സിലായല്ലോ. നിസ്കാരാണെങ്കിലും ശരി അതുപോലെ തന്നെ നോമ്പാണെങ്കിലും ശരി അത് ഫസാദായാൽ നോമ്പ് ഫസാദാവൽ എങ്ങനെയാണ് നോമ്പ് മുറിയൽ കൊണ്ടല്ലേ, അതുപോലെ നിസ്കാരം ഫസാദാവൽ പിന്നെ ഉദു മുറിയൽ പോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഫസാദായി എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് നിസ്കാരത്തിൽ നിന്ന് പുറത്ത് കടന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഉദു മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ നിസ്കാരത്തിൻ്റെ ആ ബാക്കി രൂപം അവൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നോമ്പ് മുറിഞ്ഞു കഴിഞ്ഞാൽ ആ നോമ്പിൻ്റെ ബാക്കി ഇംസാക്ക് നിർബന്ധമാണ്, അതായത് പിടിച്ചു നിൽക്കൽ. എന്നിരുന്നാലും എന്തല്ല നോമ്പുകാരനല്ലല്ലോ. അപ്പോൾ നോമ്പിൽ നിന്നും അതുപോലെ തന്നെ നിസ്കാരത്തിൽ നിന്നും അത് ഫസാദായി കഴിഞ്ഞാൽ പുറത്ത് കടക്കൽ സാധ്യമാവുന്നുണ്ട്, കരസ്ഥമാവുന്നുണ്ട്.
അത് ഹജ്ജിലോ ഉംറയിലോ ഒന്നും വരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഫാറക്കൽ ഹജ്ജു വൽ ഉംറത്തു, ഹജ്ജും ഉംറയും വേർപിരിഞ്ഞു. വൈറഹുമ, അത് രണ്ടും അല്ലാത്തതിനോട് വേർപിരിഞ്ഞു, അതിൽ നിന്ന് വേർപിരിഞ്ഞിരിക്കുന്നു. അങ്ങനെയല്ലേ? ഫാറക്കൽ ഹജ്ജു വൽ ഉംറത്തു വൈറഹുമ, അതേതിൽ മിൻ ബാക്കിയൽ മന്ദൂബി, ബാക്കിയുള്ള സുന്നത്തുകളാൽ. അപ്പോൾ സുന്നത്തായ ഹജ്ജും സുന്നത്തായ ഉംറയും ഒക്കെ അതല്ലാത്ത ബാക്കിയുള്ള സുന്നത്താക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു. എന്തില്? ഫി വുജൂബി ഇത്മാമിഹിമാ, ഹജ്ജും ഉംറയും അത് രണ്ടും പൂർത്തീകരിക്കൽ നിർബന്ധമാണ് എന്ന വിഷയത്തിൽ വേർപിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹജ്ജാണെങ്കിലും ഉംറയാണെങ്കിലും സുന്നത്ത്, അതിൻ്റെ പൂർത്തീകരണം എന്താണ്? നിർബന്ധമാണ്. ബാക്കിയുള്ളതൊന്നും നിർബന്ധമല്ല അതിൻ്റെ പൂർത്തീകരണം. എന്തേ കാരണം? ലി മുഷാബഹത്തിഹിമാ, ഈ ഹജ്ജും ഉംറയും സാദൃശ്യമായതിനു വേണ്ടി, ഈ ഫർദിഹിമ, ഹജ്ജിൻ്റെയും ഉംറയുടെയും, ഫർദായ ഹജ്ജിനോട് ഫർദായ ഉംറയോട്, ഫീമാ തഖദ്ദമ, മേൽ പറഞ്ഞതിൽ. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നെ നടക്കും.